എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാനൊരു തനി നാടനായിട്ടുള്ള ഒരു റെസിപ്പിയാണ് പപ്പായ തോരൻ. ഓമയ്ക്ക അല്ലെങ്കിൽ ചിലതിന് കപ്പളങ്ങ എന്നൊക്കെ പറയും. അത് അരപ്പൊന്നും അരയ്ക്കാതെ എളുപ്പത്തിലൊരു തോരൻ. സൂപ്പർ ഈസി റെസിപ്പി. ക്യാബേജിനെക്കാട്ടിലും ഒരുപാട് ടേസ്റ്റാണ് ഓമയ്ക്ക എന്ന് പറയുന്ന സാധനം. ഗുണവും ഒരുപാട് കൂടുതലുള്ളതാണ്. നമുക്ക് തീ കത്തിച്ചതിന് ശേഷം ചുവട് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കാം. പാത്രം ചൂടാവുന്നതുകൊണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം എളുപ്പപ്പണി ആയതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ കടുക് വറക്കുന്ന ഭാഗം അങ്ങ് ചെയ്യാം. എണ്ണ ചൂടാവുന്നതുകൊണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പോ അതല്ലെങ്കിൽ ചെറുപയർ പരിപ്പോ ഇടാം. തീ കുറച്ച് വെക്കണേ, കരിഞ്ഞു പോകരുത്. അത് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. അതായത് ഇത് കടുക് വറക്കാൻ ആദ്യമേ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തു. കുറച്ച് ഉള്ളിയും കൂടെ ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ കടുക് വറക്കുന്നത് പോലെ നമുക്ക് നന്നായിട്ടിത് ഒന്ന് കടുക് വറക്കുമ്പോൾ നമ്മൾ മൂപ്പിക്കുമല്ലോ, അതുപോലെ മൂപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. ആ പരിപ്പ് കരിഞ്ഞു പോകാതെ നോക്കണേ. ഇനിയും അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടാം. കുറച്ച് വെളുത്തുള്ളിയും ഇടാം. ഇത് നന്നായിട്ടൊന്ന് വഴക്കണം. അല്ലെങ്കിൽ നല്ലപോലെ മൂക്കണ്ട, വഴന്നാൽ മതി. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ആദ്യമേ ഇട്ട് കൊടുത്ത് കൂടി പോകണ്ട. ആവശ്യമെങ്കിൽ നമുക്ക് ഒടുവിലിടാം. ഉപ്പിടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിക്കകത്തും ഈ മസാലയ്ക്കകത്തും എല്ലാം ഉപ്പ് പിടിക്കും. തന്നെയല്ല ഉള്ളിക്കകത്തൊന്ന് വെള്ളം ഉണ്ടെങ്കിൽ അത് പുറത്തിറങ്ങുകയും ചെയ്യും. പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടും. ചെറിയ തീയിലിട്ട് വേണം മൂപ്പിക്കാൻ. പെട്ടെന്ന് കരിഞ്ഞു പോകരുത്. നമുക്കൊരു 2 വറ്റൽമുളക് കൂടി ഇട്ടേക്കാം. കടുക് വറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതും കിടന്നോട്ടെ. കറിവേപ്പിലയൊക്കെ വെച്ച് ഒന്ന് അരയ്ക്കുന്നതാണ് അതിൻ്റെ അരപ്പിന് ഏറ്റവും നല്ലത്. ഇത് പക്ഷേ നമ്മൾ ഒരു അത്യാവശ്യത്തിന് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാം. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഇപ്പം തന്നെ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ഒരുവിധം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഇതിലേക്ക് നമ്മൾ തേങ്ങ അതങ്ങനെ തന്നെ അങ്ങ് ഇടുകയാണ്. എളുപ്പത്തിൽ ചെയ്യുവാന്നല്ലേ പറഞ്ഞേ. തേങ്ങ നമ്മുടെ ആവശ്യത്തിനും ആരോഗ്യമൊക്കെ അനുസരിച്ച് ഇടാം, കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴന്നോട്ടെ. അതിലേക്ക് നമ്മൾ അരിഞ്ഞ കറിവേപ്പില ഇടാം. അരയ്ക്കുന്ന ഒരു എഫക്റ്റ് വരാനാണ്. പിന്നെ ഒരല്പം മഞ്ഞൾ പൊടിയും ഇടാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയാൽ മതി. വേവിക്കുകയൊന്നും വേണ്ട. തേങ്ങയല്ലേ, അത് പെട്ടെന്ന് അങ്ങ് ഇതായിക്കോളും. ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ അരപ്പ് റെഡിയാണ്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്കയ്ക്ക് അല്പം വേവുണ്ട്. അതുകൊണ്ട് ഒത്തിരി വലുതായിട്ട് അരിയരുത്, ചെറുതായിട്ട് അരിയുന്നതാണ് നല്ലത്. കൊത്തി അരിയാൻ പ്രയാസമാണെങ്കിൽ ചോപ്പറുണ്ടല്ലോ, അത് വെച്ച് അരിഞ്ഞിടുക. ഓമയ്ക്കകത്ത് അധികം വെള്ളമില്ലാത്തത് കൊണ്ട് നമ്മളൊരല്പം വെള്ളം അതിൻ്റെ ആഗമനം അറിയിച്ചു. അപ്പോൾ വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കുക. ക്യാബേജ് പോലൊക്കെ ഇതിനകത്ത് വെള്ളമില്ലാത്തതുകൊണ്ട് അടച്ചു വെച്ചാലും കുഴപ്പമില്ല. ഞാൻ ഓണത്തിനൊക്കെ അല്ലാതെയും ഒരുപാട് റെസിപ്പീസ് പായസങ്ങൾ ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു നോക്കണം, അഭിപ്രായം അറിയിക്കണം. അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഞാൻ ആദ്യം ഇട്ട ഉപ്പ് പോരാ. അപ്പം ഞാൻ 1/2 ടീസ്പൂണും കൂടെ ഇടുകയാണ്. ഞാൻ ഈ ഉപ്പ് 1/2 ടീസ്പൂണ് 1 സ്പൂൺ എന്നൊക്കെ പറയുമ്പം ഞാൻ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചായിരിക്കും ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഉപ്പും എരിയും എപ്പോഴും നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ പറയുന്നത് നോക്കി നമ്മൾ ഇടരുത്. ബിഗിനേഴ്സിനോടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അല്ലാത്തവർക്കൊക്കെ ഇതൊക്കെ അറിയാം. ചെറിയ തീയിൽ ഞാനിതൊന്ന് അടച്ചു വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മളതിനകത്ത് പരിപ്പിട്ടിരിക്കുന്നത് കൊണ്ട് അമിതമായിട്ട് അഥവാ ഇച്ചിരി വെള്ളം കൂടിപ്പോയാലും ആ ഈർപ്പം അത് വലിച്ചെടുത്ത് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യും. എന്നും പറഞ്ഞ് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാനും പാടില്ല. അഥവാ ഇച്ചിരി കൂടിപ്പോയാൽ അത് ആ പരിപ്പ് അത് അഡ്ജസ്റ്റ് ചെയ്യും. തന്നെ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അംഗവും കാണാം താളി ഓടിക്കാമെന്ന് പറഞ്ഞ പോലെ രണ്ടാണ് പരിപ്പ് കൊണ്ടുള്ള പ്രയോജനം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. വേണ്ടേ, നല്ലപോലെ ആവി വരുന്നുണ്ട്, വെള്ളം പറ്റി. ഇനി ഇത് തുറന്ന് വെച്ച് നമുക്ക് തോർത്തിയെടുത്താൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ചെറിയ തീയിലിടണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകുമേ, ചട്ടിയുടെ അടിയിൽ പിടിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. വെള്ളം കറക്റ്റായി. നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്ന പോലത്തെ ശബ്ദം കേൾക്കാം കേട്ടോ. അതിൻ്റെ അർത്ഥം വെള്ളമെല്ലാം പറ്റിയതാണ്. അപ്പം നമ്മുടെ പപ്പായ തോരൻ അല്ലെങ്കിൽ ഓമയ്ക്ക തോരൻ റെഡിയാണ്. വെള്ളം കൂടിപ്പോയാൽ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവൂ. ഇനി ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിനകത്തോട്ട്
മാറ്റി വെച്ചാൽ മതി. നല്ല ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്.